അപ്പോൾ അടുത്ത നമ്മുടെ അവസാന സെഗ്മെന്റിലേക്ക്, ഒരുപക്ഷെ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു സെഗ്മെന്റ് പ്രേക്ഷകർ മുന്നിലേക്ക് വരികയാണ്. പ്രചാരണത്തിനിടെ മിന്നായം പോലെ വരുന്ന സംഭവങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. മിന്നൽ. മലയാളത്തിൽ അത്ര പരിചിതമില്ലാത്ത ഒരു വാക്കാണ് ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇന്ന് ഉപയോഗിച്ചത്. എന്താണ് ആ വാക്കിന്റെ അർത്ഥമെന്ന് നമുക്ക് നോക്കാം. വാക്കുകൾ കൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ് ഏറ്റുമുട്ടേണ്ടതിനു പകരം, സത്യസന്ധമായി മുന്നോട്ട് പോകേണ്ടതിനു പകരം, ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു ഏറ്റുമുട്ടൽ എൻ്റെ പ്രവർത്തകന്മാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരുമായി ഉണ്ടാക്കാനാണ് ആലപ്പുഴയിലെ മുൻ MP ആരിഫ് പരിശ്രമിക്കുന്നതെങ്കിൽ ഞാൻ നല്ല നട്ടലുള്ള ആളാണ്. ഇതിനേക്കാൾ വലിയ കൊലകൊമ്പന്മാരെ കണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി ഇവിടെ എത്തിയിട്ടുള്ളതാണ്. ഇതെൻ്റെ 9ാമത്തെ തെരഞ്ഞെടുപ്പാണ്, 3ാമത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. മിസ്റ്റർ ആരിഫിനുള്ളതിനേക്കാളും ശേഷിയും ഷേമുഷിയും എനിക്ക് ദൈവാധീനം കൊണ്ട് ഉണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട സമീപനങ്ങളിൽ നിന്ന് LDFൻ്റെ സ്ഥാനാർത്ഥി പിന്നോക്കം പോകണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. വിജയകുമാറിന് ശേമുഷിയുണ്ടോ? ഈ വാക്ക് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് ഇതിന്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലായത്. ബുദ്ധി എന്നാണ് ആ വാക്കിന് അർത്ഥം എന്നുള്ളത്. പല വേദികളിലും പല പ്രാസംഗികരും ഈ ശേഷിയും ഷേമുഷിയും ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ അർത്ഥം എന്താണെന്ന് നോക്കി പോകാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ അത് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു, അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി തരാം അല്ലേ? അപ്പം ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ഒരുപാട് വാക്പോരുകൾ ഉണ്ടാവും. അതിനിടയിൽ സംഭവിക്കുന്ന ഇത്തരം സംഭവങ്ങൾ കൂടി മിന്നൽ എന്ന് പറയുന്ന സെഗ്മെന്റിലൂടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി ഉള്ളത്, ഈസ്റ്റർ ആണ്. ഈ രാത്രി മുതൽ അതിൻ്റെ പള്ളികളിലെ ചടങ്ങുകൾ തുടങ്ങുകയാണ്. നാളെ ഈസ്റ്റർ. അപ്പോൾ ഈ ദിവസങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയക്കാരും നമ്മൾ പെസഹാവ്യാഴം ആ തിരുക്കർമ്മങ്ങളിൽ സ്ഥാനാർത്ഥികൾ പലരും പങ്കെടുത്തു. ദുഃഖവെള്ളി കുരിശിന്റെ വഴികളിൽ പങ്കെടുത്തു. രാത്രിയിൽ ഒരു പക്ഷേ ഈസ്റ്റർ ഉയർപ്പ് പെരുന്നാളിന്റെ സമയത്തെ ചടങ്ങുകളിലും ഈ നേതാക്കളുടെ ഒക്കെ സാന്നിധ്യം ദേവാലയങ്ങളിൽ കാണും അല്ലേ? ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ നാളെയും ഇന്ന് രാത്രിയൊക്കെ ആയിട്ട് അങ്ങനെ പരമാവധി വോട്ടർമാരെ അല്ലേ നേരിട്ട് കണ്ട് ഈ അപ്പോൾ അതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അത്തരം കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അടുത്ത ദിവസം നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ഇന്ന് ഇലക്ഷൻ സ്റ്റണ്ട് പൂർത്തിയാക്കാൻ സമയമാവുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റിന്റെ സമയമാണ്. പ്രവിത ലക്ഷ്മി തയ്യാറാകുന്നുണ്ട്. അതിനുശേഷം എൻകൗണ്ടർ വേണു ബാലകൃഷ്ണൻ എത്തും. അപ്പോൾ ഗുഡ് നൈറ്റ്, ശുഭരാത്രി. നാളെ വീണ്ടും കാണാം.